എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. നമ്മുടെ കേരളം നമ്പർ 1 ആണ്. എല്ലാ കാര്യത്തിലും നമ്പർ 1 എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാം അല്ലേ? നമ്മളും കേരളക്കാരാണ്, നമ്മൾ മലയാളികളാണ്, നമ്മുടെ കേരളമാണ് നമ്പർ 1. ഹോ, ഇതിൽ പരം വേറെന്ത് വേണം നമ്മുടെ മലയാളികൾക്ക് അല്ലേ? പിന്നെ ഇവർ ഈ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ എടുത്തു പറയുന്നത് ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ്. അത് നമ്മുടെ ഇന്ത്യയിലത്തെ എല്ലാ സംസ്ഥാനങ്ങളും എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളമാണ് നമ്പർ 1. എന്തൊരു നമ്പർ 1 ആണല്ലേ? ഇങ്ങനെ ഏതെങ്കിലും ഒരു സംസ്ഥാനം നമ്മുടെ ഇന്ത്യയിൽ ഏതെങ്കിലും ഭാഗത്തുണ്ടോ? നോക്ക്, നമ്മുടെ കേരളത്തിലെ പണക്കാരായ സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയാണ്. സർക്കാർ ആശുപത്രിൻ്റെ മുന്നിൽ ക്യൂ ആണ് പണക്കാരായ സാധാരണ മലയാളികൾ, പ്രബുദ്ധ ജനങ്ങൾ. പക്ഷേ നമ്മളെ പാവപ്പെട്ട മുഖ്യമന്ത്രി എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ആശ്രയിക്കുന്നത്, ഇപ്പം നമ്മുടെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി വരുന്ന പണക്കാരുടെ തിക്കും തിരക്കും കാരണം ഇവിടുത്തെ ഡോക്ടർമാരെ കാണാൻ പറ്റാതെ, ചികിത്സിക്കാൻ പറ്റാതെ മുഖ്യമന്ത്രി പോകുന്നത് ഫ്ലൈറ്റ് പിടിച്ച് അമേരിക്കയിൽ കാണും. പാവപ്പെട്ടവരൊക്കെ അമേരിക്കയിൽ പോയിട്ടാണ് പരിശോധിക്കുന്നത്. പണക്കാരൊക്കെ നമ്മുടെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നു. ഇത് പറഞ്ഞത് മുഖ്യമന്ത്രി തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് സംശയലേശം ഇനി വിശ്വസിക്കാം. അല്ല, ഈ രാജാവ് നഗ്നനാണെന്ന് പറയാണ്ട് പാടില്ല. അദ്ദേഹം പറയുന്നത് എന്താണോ അത് നമ്മൾ വിശ്വസിക്കണം. അതാണ് കീഴ്വഴക്കം. അപ്പോൾ പിന്നെ ഇപ്പം ഓപ്പറേഷൻ ചെയ്യാണ്ട് പോകുന്ന ഒരു രോഗി ഓപ്പറേഷൻ ചെയ്യാനുള്ള ടേബിൾ വാങ്ങണം, മയക്കാനില്ലേ മറ്റേ അനസ്തേഷ്യ, അതുപോലെ തന്നെ കീറാനില്ലേ കത്രിക, ഇനി കീറിക്കഴിഞ്ഞ് തുന്നാനുള്ള നൂല്, അതുപോലെ തന്നെ അത് ബാൻഡേജ് കെട്ടാനുള്ള സാധനം, ഇനി എങ്ങാനും ഓപ്പറേഷൻ ചെയ്യുമ്പോൾ തട്ടിപ്പോയി മൂക്കിൽ വെക്കാനുള്ള പഞ്ഞി വരെ നമ്മളെ പരിശോധിക്കാണ്ട് പോകുന്ന അല്ലെങ്കിൽ ചികിത്സ തേടി പോകുന്ന പേഷ്യൻ്റ്, രോഗി കയ്യിൽ കരുതണം. അല്ലെങ്കിൽ ഓപ്പറേഷനില്ല, ചികിത്സയില്ല, പരിശോധനയില്ല. നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു ആരോഗ്യ വകുപ്പിൻ്റെ കാഴ്ചപ്പാടിൽ ഓരോ രോഗികളും സ്വയം പര്യാപ്തരായിരിക്കണം. ഇനിയിപ്പോൾ ഈ കീറിയിട്ട് കെട്ടേണ്ട ആൾ മാത്രം നമ്മൾ കണ്ടാൽ മതി, ബാക്കി എല്ലാ സാധനവും നമ്മൾ കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊരു പഠിച്ച് വീട്ടിൽ നിന്ന് തന്നെ ചെയ്താൽ പോരെ? എന്തിനാണ് ആശുപത്രി, എന്തിനാണ് സർക്കാർ ആശുപത്രികൾ, ഡോക്ടർമാർ, നഴ്സുമാർ? ഇപ്പോൾ ഈ ഒരു കാര്യം അവിടെയുള്ള ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലത്തെ ഡോക്ടർ ഹാരിസ് തുറന്നു പറഞ്ഞപ്പോൾ, അദ്ദേഹത്തിന് മുഖപുസ്തകത്തിലൂടെ വെളിപ്പെടുത്തിയപ്പോഴും കേരളത്തിലെ ആരോഗ്യ മേഖല, ആരോഗ്യരംഗം ആകെ ഞെട്ടിത്തരിച്ചുപോയി. ഇവിടെ ഈ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല എന്ന് ആരോഗ്യമന്ത്രി അറിഞ്ഞത് ആ നിമിഷമാണ്. അല്ല, ഈ ആശുപത്രിയിൽ എന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടെങ്കിൽ അത് ആരോഗ്യമന്ത്രിയെ അറിയിക്കണ്ടേ? എന്തുകൊണ്ട് അറിയിച്ചില്ല? പിന്നെ മന്ത്രിക്ക് വേറെ കൂടിക്കാഴ്ചകളും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള തിരക്കുകളൊക്കെ കാരണം ഈ എല്ലാ ആശുപത്രികളിലും വന്നിട്ട് അതുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കണ്ടിട്ട് അന്ന് ഗൾഫ് മേഖലയിൽ ഒരു തീപിടുത്തം ഉണ്ടായപ്പോഴും നമ്മുടെ ആരോഗ്യമന്ത്രി അവിടേക്ക് പോകാനുള്ള ആ വെപ്രാളം കണ്ടിട്ടില്ലേ, വ്യഗ്രത കണ്ടിട്ടില്ലേ? അത്രയ്ക്കും എന്താ പറയുക, യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ സേവനം ചെയ്യുന്ന ഒരു ആരോഗ്യമന്ത്രിയാണ് നമുക്കുള്ളത്. ആ ആരോഗ്യമന്ത്രിയുടെ സമക്ഷത്തിലേക്ക് ഇത്തരത്തിലുള്ള പോരായ്മകൾ എത്തിക്കാതിരുന്നത് ആ മെഡിക്കൽ കോളേജിലത്തെ ഡോക്ടർമാരുടെ, സൂപ്രണ്ടിൻ്റെ കുറ്റമല്ലേ? ആണ്. പിന്നെ നമ്മുടെ മുഖ്യം പറഞ്ഞത് നമ്മുടെ ഭാരതത്തിലെ നമ്പർ 1 ആയ ആരോഗ്യ മേഖലയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ആ ആരോഗ്യ മേഖലയെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മുഖപുസ്തകത്തിൽ പറഞ്ഞത്. സ്വകാര്യമായിട്ട് ഇവരോടൊക്കെ പറഞ്ഞുകൂടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെയുള്ളത്, ഇത്തരത്തിലുള്ള പോരായ്മകളുണ്ടെന്ന് സ്വകാര്യത്തിൽ പറഞ്ഞോണ്ടേ. ഈ മുഖപുസ്തകത്തിലൂടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് മാലാഖരെ അറിയിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇത് ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റ അപമാനമാണ്, അപഹാസ്യമാണ്, അവഹേളനമാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഡോക്ടർ ഹാരിസ് നല്ലവനാണ്, സത്യസന്ധനാണ്, നിഷ്കളങ്കനാണ്, ആത്മാർത്ഥമായിട്ട് തൊഴിൽ ചെയ്യുന്നവനാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല. അത് ആരോഗ്യ മേഖലയ്ക്ക് ഭയങ്കര ക്ഷീണമാണ്. ഇനി നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രോഗീനെ ലിഫ്റ്റിൽ കയറ്റി കൊണ്ടുപോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതിക്ക് എത്തുമ്പോഴത്തേക്ക് ലിഫ്റ്റ് നിന്ന് പോകും. പിന്നെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കത്രിക, നൂല്, സൂചി ഒക്കെ വയറിൽ വെച്ച് കൊടുക്കും.
ഇങ്ങനെയൊക്കെ ഇവരൊക്കെ ചെയ്തു കൂട്ടുന്നത് ചിലപ്പോൾ ഇനി അടുത്ത തവണ ഇവര് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമ്പോൾ ഇത് ഈ വയറിനകത്ത് നിന്ന് എടുത്താൽ മതിയല്ലോ അല്ലെ, ഈ ആയുധങ്ങൾ, ഇവരുടെ പണിയായുധങ്ങൾ. അതുകൊണ്ടായിരിക്കും അങ്ങനെ വെക്കുന്നത്. നല്ല ആരോഗ്യ മേഖലയാണ് അല്ലേ. ഇതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിലത്തെ ഏറ്റവും നല്ല ആരോഗ്യ മേഖല കേരളത്തിലാണ്, നമ്പർ 1 എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ കാര്യത്തിലൊക്കെ മുഖ്യന് നല്ല പേടിയാണ്, അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഭയങ്കര പേടിയാണ്. ഈ ഒരു പരീക്ഷണം എങ്ങാനും ഇവരുടെ മേൽ ചെയ്തെങ്കിലോ, അതുകൊണ്ടാണ് അവർ അമേരിക്കയിലേക്ക് പോകുന്നത്. പിന്നെ കേരളത്തിലെ സാധാരണക്കാരായ പണക്കാർ ജനങ്ങൾക്ക് ഇതൊന്നും അത്ര വലിയ പുത്തരിയല്ലാത്തത് കൊണ്ടും ഒരുപാട് അനുഭവങ്ങളുടെ സമ്പത്തുള്ളത് കൊണ്ടും ഈ അനുഭവങ്ങൾ കൊണ്ട് പണക്കാരായതുകൊണ്ടും കേരളത്തിലെ പ്രബുദ്ധ ജനങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും ആരോഗ്യമന്ത്രിയുടെ കണ്ണിൽ പെടാറേ ഇല്ല. പെട്ട് കഴിഞ്ഞാൽ തന്നെ കണ്ണിലെ കരട് പോലെയാണ്, അതങ്ങ് എടുത്ത് കളയും അല്ലേ. അതുപോലെ തന്നെ ഇന്നലെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നത്. ബിൽഡിങ് തകർന്നിട്ട് ഒരു ഗൃഹനാഥ, ഒരമ്മ, ഒരു ഭാര്യ കൊല്ലപ്പെട്ടത്. ആ ബിൽഡിങ് ആരും ഉപയോഗിക്കാറില്ല എന്നാണ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. പക്ഷെ അവിടെയുള്ള സാധാരണ പേഷ്യൻ്റ്, സാധാരണ രോഗികളൊക്കെ ഉപയോഗിക്കുന്നത് ഈ തൂറാനും മൂത്രയിക്കാനും അതുപോലെ തന്നെ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഈ ബിൽഡിങ്ങിലെ ബാത്റൂമാണത്രേ. എന്നിട്ട് അവർ പറയും അത് ഉപയോഗശൂന്യമാണെന്ന്. എത്ര വേഗത്തിൽ ഇവർ ഒരു മരണത്തെ നിസ്സാരവൽക്കരിക്കാൻ വേണ്ടി സാധിച്ചു. ഇതൊക്കെ അവരവരുടെ കുടുംബത്തിൽ വരണം. ഇത്തരത്തിലുള്ള അത്യാസന്ന സംഭവങ്ങൾ അവരവരുടെ കുടുംബത്തിൽ വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ വിഷമം മനസ്സിലാവുക. അല്ലാതെ ഒരാൾക്കും ഇപ്പോൾ ഏതൊരാൾ എങ്ങനെ ഏത് രീതിയിൽ മരണപ്പെട്ടു കഴിഞ്ഞാലും അവർക്കൊക്കെ അതൊരു വാർത്ത മാത്രമാണ്. ഈവൻ എനിക്ക് പോലും അങ്ങനെ തന്നെയാണ്. ഒരു വാർത്ത വരുമ്പോൾ അതൊരു വാർത്തയായിട്ട് മാത്രം നമ്മൾ കാണാറുള്ളൂ. നമുക്കത് ഫീൽ ആവണമെങ്കിൽ, അതിൻ്റെ ആഴവും പരപ്പും മനസ്സിലാവണമെങ്കിൽ നമ്മുടെ സ്വന്തം കുടുംബത്തിലുണ്ടാവണം. നോക്കൂ, ആ മാതാവ്, ആ അമ്മ, ആ ഭാര്യ ആ ബിൽഡിങ്ങിലേക്ക് പോയത് കുളിക്കാനോ മൂത്രമൊഴിക്കാനോ കണ്ടാണെന്ന് തോന്നുന്നു. ആ ഒരു നിമിഷത്തിലാണ് ആ ബിൽഡിങ് തകർന്ന് തരിപ്പണമായിട്ട് താഴേക്ക് വീണത്. എന്നിട്ട് അവിടെ ആരുമില്ല, അത് ഉപയോഗശൂന്യമായ ഒരു ബിൽഡിംഗാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീ ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കിടക്കെ തന്നെ ഒരാൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. എല്ലാവരും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വീണ ബിൽഡിങ്ങിനെ കുറിച്ച്, ആ ബിൽഡിങ്ങിന്റെ പഴക്കത്തിനെ കുറിച്ച്, അത് വീഴാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചൊക്കെ വാതോരത്തെ സംസാരിക്കാനാണ് അവർക്കൊക്കെ സമയം. ആ അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും അതിൽ പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ പോലുള്ള സാമാന്യ ബുദ്ധി, സാമാന്യ ബോധം അവർക്കുണ്ടായിരുന്നില്ല എന്നതാണ് നഗ്ന സത്യം. ഈ ബിൽഡിങ് തകർന്നു വീണിട്ട് ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞതിനത്രേ അവിടെയുള്ള അവശിഷ്ടങ്ങൾ നീക്കുവാനും ആ ഒരു സ്ത്രീയെ കണ്ടെത്താനും. എന്തൊരു അനാസ്ഥയാണ് അല്ലേ. ജനങ്ങൾ രാഷ്ട്രീയ നേതാക്കളെ ജയിപ്പിച്ചു വിടുന്നതും അവരെ ഓരോ വകുപ്പിൽ മന്ത്രിയായിട്ട് വെക്കുന്നതും ആ വകുപ്പിലത്തെ കാര്യങ്ങൾ നോക്കാനാണ്. ആരോഗ്യ മേഖല തീർത്തും ശോചനീയ അവസ്ഥയിലാണ്. ആ അഴുകി വീണ ബിൽഡിങ് പോലെ തന്നെയാണ് ആരോഗ്യ വകുപ്പ്. അതിൽ യാതൊരു സംശയമില്ല. ഇതിനെക്കാട്ടി എത്രയോ ബെറ്റർ ആയിരുന്നു ഇതിനു മുമ്പത്തെ ടീച്ചറമ്മ. അവരെ എന്തൊക്കെയോ പറയുമെങ്കിലും ആരോഗ്യ മേഖലയിൽ നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം അല്ലെ. ഈ ആരോഗ്യ മേഖലയിലത്തെ വീഴ്ചകൾ ഇതാദ്യമായിട്ടൊന്നുമില്ല. കാല് കാണിക്കാണ്ട് പോയവൻ്റെ കൈ ഓപ്പറേഷൻ ചെയ്യും, കൈ കാണിക്കാണ്ട് പോയവൻ്റെ കുടൽ ഓപ്പറേഷൻ ചെയ്യും, കുടൽ കാണിക്കാണ്ട് പോയവൻ്റെ വൃക്കയ്ക്ക് ഓപ്പറേഷൻ ചെയ്യും. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ മേഖല തകിടം പറഞ്ഞാലും ഇവരെ തള്ളൽ എന്ന് പറയുന്നത് നമ്പർ 1 തന്നെയാണ്. ആർക്ക് നമ്പർ 1? നിങ്ങൾ ഈ കവലയിൽ പോയിട്ട് പ്രസംഗിക്കുന്നതിന് മാത്രമാണ് നമ്പർ 1 ആയിട്ടുള്ളത്. അല്ലാതെ ആരോഗ്യ മേഖല തീർത്തും ഒരു ശോചനീയാവസ്ഥയിൽ തന്നെയാണ് നീങ്ങുന്നത്. ഇവരെന്നാണ് ഇതൊക്കെ മനസ്സിലാക്കുക? ഇവർക്കൊന്നും സാധാരണക്കാരുടെ വികാരം മനസ്സിലാവില്ല. കാരണം ഇവർക്കൊന്നും സാധാരണക്കാരുടെ വിഷമം മനസ്സിലാവില്ല. സാധാരണക്കാരിൽ നിന്ന് വളർന്നു വന്ന ഒരുവന് മാത്രമാണ് സാധാരണക്കാരൻ്റെ വിഷമം മനസ്സിലാവുക. അല്ലാത്തവർക്ക് എങ്ങനെ മനസ്സിലാവും? പണമുള്ളവന് അപ്പോളോ ആശുപത്രിയിൽ പോകാം, മിംസിൽ പോകാം, അങ്ങനെ വലിയ വലിയ ആശുപത്രികളിൽ പോകാം, ചെലവഴിക്കാം. എന്താണ് അസുഖം എന്ന് പറഞ്ഞാൽ അതിന് ചികിത്സിക്കാം. സാധാരണക്കാരെന്ത് ചെയ്യും? സാധാരണക്കാർക്ക് ആശ്രയം ഈ സർക്കാർ ആശുപത്രികളാണ്. ജനങ്ങളെ പരിരക്ഷിക്കും, നല്ലൊരു ഭരണം കാഴ്ചവെക്കും എന്ന് കരുതിയിട്ടായിരിക്കില്ല ഇവരൊക്കെ നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അവിടെ ഇരുത്തിയിരിക്കുന്നത്. ആ കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ സാധാരണ ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുക എന്ന് പറഞ്ഞാൽ എത്ര അപഹാസ്യമാണ്. ഇടത് സർക്കാർ വന്നത് മുതൽ വീഴ്ചയാണ്, ഒരേ വീഴ്ചയാണ്. വീണയും വീഴ്ചയിൽ തന്നെയാണ്. സത്യത്തിൽ ഈ ബംഗാളിൽ ഈ കമ്മ്യൂണിസത്തിന് വംശനാശം സംഭവിച്ചത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ ത്രിപുരയിൽ
ഇവര് വംശനാശം സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഇപ്പൊ കേരളത്തിലെ ഭരണം കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏതൊരു കാര്യത്തിനും നമ്പർ 1 ആണ് നമ്പർ 1 ആണെന്ന് പറയും. പക്ഷെ ഏതെങ്കിലും ഒരു കാര്യം നമ്പർ 1 ആയിട്ട് നടക്കുന്നുണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിക്കുക, ഏതെങ്കിലും ഒരു കാര്യം നമ്പർ 1 ആയിട്ട് നടക്കുന്നുണ്ടോ? ആർക്കെങ്കിലും പരാതിപ്പെടാനാവുന്നുണ്ടോ? പരാതിപ്പെട്ടു കഴിഞ്ഞാൽ അവരെ സമൂഹം ഒറ്റപ്പെടുത്തുകയാണ്. ഇതിന് പ്രതികരിക്കുന്ന പ്രതിപക്ഷം നിശബ്ദമായിരിക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ച് ചാണ്ടി ഉമ്പനെ നേരെ കേസെടുത്തിരിക്കുകയാണ്. ആംബുലൻസ് തടഞ്ഞു പോലും. ആ ബിൽഡിങ് പൊളിച്ചത് ചാണ്ടി ഉമ്മനാണെന്ന് പറഞ്ഞിട്ട് എന്താ കേസെടുക്കാത്തത്? അല്ലെങ്കിൽ ആ കൊലപാതകം ഈ ചാണ്ടി ഉമ്മനാന്ന് പറഞ്ഞിട്ട് എന്താ കേസെടുക്കാത്തത്? അങ്ങനെയൊക്കെ ചെയ്യേണ്ട. അതൊക്കെയല്ലേ ഒരു ലെവലാവുക, ബാലൻസിങ് ആവുക. മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ട് കാരണമാണ് അത്രേ ആ സ്ത്രീയുടെ, ആ അമ്മയുടെ, ആ ഭാര്യയുടെ രക്ഷാപ്രവർത്തനം വൈകിയത്. എങ്കിൽ പിന്നെ ഈ സൂപ്രണ്ടിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. അയാളാണ് ആ മരണത്തിന് ഉത്തരവാദി. ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് സ്വയം രക്ഷയും നോക്കുന്നത് അത്ര നല്ല മിടുക്കല്ലല്ലോ. അയാളുടെ പേരിൽ കേസെടുക്കണം, കൊലക്കുറ്റത്തിന് കേസെടുക്കണം. പിന്നെ ഈ ആരോഗ്യമന്ത്രി വീണ ജോർജ്, ആ സ്ഥാനത്തിരിക്കുന്ന ഒരു യോഗ്യതയില്ല. അന്ന് തൊട്ട് ഇന്ന് വരെയും ആരോഗ്യ മേഖലയിൽ വീഴ്ച മാത്രമാണ് ഉണ്ടായത്. ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു ടീച്ചർ ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോഴും. അത് പറയാതെ വയ്യ. അങ്ങനെ നമ്മുടെ കേരളം നമ്മുടെ ഭാരതത്തിലെ, നമ്മുടെ ഇന്ത്യയിലെ നമ്പർ 1 ആയ ഒരു സംസ്ഥാനമാക്കണം അല്ലേ? എല്ലാവരും ആഞ്ഞു പിടിക്കുക നമ്പർ 1 ആവാൻ വേണ്ടി. അത് നിലനിർത്താൻ ശ്രമിക്കുക നമ്പർ 1 ആവാൻ വേണ്ടി. അങ്ങനെ ജീവിതവും ആരോഗ്യവും നമ്പർ 1 ആക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത തവണയും LDF സർക്കാരിനെ തിരികെ കൊണ്ടുവരണം. LDF വരും, എല്ലാം ശരിയാക്കും എന്നാണ് അവർ അന്ന് പറഞ്ഞത്. ഇപ്പം LDF വന്നതിന് ശേഷം എല്ലാം ശരിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത തവണ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ശരിയാക്കും. അപ്പം അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് മറ്റൊരു നല്ലൊരു വീഡിയോ മറ്റും ഇവിടെ വന്നിരിക്കുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.